കൊടിയേറ്റ സദ്യയിലും പങ്കെടുക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും കാലേകൂട്ടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വരുന്ന മാർച്ച് 31 തിങ്കളാഴ്ച പകൽ 10:30-നും 10:45-നും മധ്യേ കൊടിയേറ്റ്. പൊങ്കാല എത്തിക്കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ പറയെടുത്ത് ആരംഭിക്കുവാനായി ദേവി തിരുവായുധവുമായി എഴുന്നള്ളുകയായി കരദേശത്തേക്ക്. 10 കരകളുടെ തിരുമധ്യത്തിലാണ് അറുപതാടമ്മ. ഇരുവിഭാഗങ്ങളിലുള്ള ചേരുവാരക്കാർ അറുപതാടമ്മയുടെ ക്ഷേത്ര പരിപാലനം നിർവഹിക്കുകയാണ്. ഈ വരുന്ന മാർച്ച് 31 തിങ്കളാഴ്ച പകൽ 10:30-നും 10:45-നും മധ്യയാണ് ഇക്കൊല്ലത്തെ തിരുവുത്സവത്തിന്റെ തൃക്കൊടിയേറ്റ് കർമ്മം. തൃക്കൊടിയേറ്റ് എന്നുള്ളത് ആചാര സമ്പന്നമായ ഒരു ഉത്സവ ദിനമാണ്. ഭഗവതിയുടെ കൊട്ടാരത്തിലേക്കുള്ള കണ്ണാടി ബന്ധം എഴുന്നള്ളത്ത് ഓർമ്മിക്കുമല്ലോ. അവരുടെ ആക്രമണം എത്രയോ വീടുകളിലുണ്ടായി. എത്രയോ ഭവനങ്ങളിൽ അക്രമാസക്തരായ ആ കൂട്ടങ്ങൾ ആക്രമണം നടത്തി. സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ കണ്ടാൽ ആരും തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ, മലയാളികളെന്നോ നാട്ടുകാരെന്നോ തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾക്കിടയിൽ കടന്നുകൂടി ആഭരണങ്ങൾ മോഷ്ടിച്ചേക്കാം. അവരെ ശ്രദ്ധിക്കുക, അവരെക്കുറിച്ച് ജാഗരൂകരാകുക. സംഭാര വിതരണം പടിഞ്ഞാറെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുൻഭാഗത്തുണ്ട്. പിന്നെ സേവാഭാരതിയുടെ തണ്ണിമത്തൻ ജ്യൂസ്, റെഡ്സ് യൂത്ത് ക്ലബിന്റെ സംഭാര വിതരണം എന്നിവയും വിവിധ അങ്കണങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ. അതുപോലെ ലോകത്തെ ഏറ്റവും വലിയ പൊങ്കാല നടക്കുന്ന വിശ്വപ്രസിദ്ധമായ കിള്ളിയാറിന്റെ തീരത്തെ ആറ്റുകാലിലും കണ്ണകി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ. ഉഗ്രസ്വരൂപിണിയായ കണ്ണകി ദേവിക്ക് ഇളനീരും പഴവും നൽകി അന്നത്തെ മല്ലൂക്കാരനവർ കിള്ളിയാറിന്റെ തീരത്ത് സ്വീകരിച്ചതിന് നയിക്കുവാൻ വേണ്ടി, സാമ്പത്തികമായി തകർന്ന ഭർത്താവിനെ രക്ഷിക്കുവാൻ വേണ്ടിയല്ലേ കാവേരിപ്പൂ പട്ടണത്തിലെ ആ കരുനീയ കണ്ണകി തന്റെ ഒറ്റച്ചിലപ്പ് നിൽക്കുവാൻ ഏൽപ്പിച്ചത്. ഒടുവിൽ നിർഭാഗ്യവശാൽ മധുര രാജ്യത്ത് ചിലമ്പ് വിൽക്കുവാനെത്തിയപ്പോൾ കോവലനെ കള്ളനെന്ന് കരുതി രാജകിങ്കരന്മാർ പിടികൂടി. ഒറ്റിക്കൊടുത്തത് സ്വർണ്ണക്കടക്കാരനായ തട്ടാൻ തന്നെ. അക്കാലത്ത് അവിടുത്തെ മധുര രാജാവിന്റെ റാണിയുടെ ഒറ്റച്ചിലമ്പ് ചണ്ടമുണ്ട വിനാശിനിയായി. ഭണ്ഡാസുരവധവും ചണ്ടമുണ്ട വധവും മുരാസുരവധവുമൊക്കെ ദേവിയുടെ അസുര നിഗ്രഹത്തിന്റെ കഥകളിൽപ്പെടുന്നു. ആ ദേവിയുടെ പ്രതിരൂപങ്ങളാണ് സ്ത്രീജനങ്ങൾ. വാത്സല്യത്തിന്റെ അമ്പിഞ്ഞപ്പാൽ അമൃതമായി ചൊരിയുമ്പോഴും ഉഗ്രസ്വരൂപിണിയായി മാറുവാനും അവർക്ക് ശക്തിയുണ്ട്. എന്നാൽ അതിനെ അടക്കി വെച്ച് പരദേവതയെ പോലെ തന്നെ അഭീഷ്ടദേവി ബാല്യകാലം മുതൽക്ക് തന്നെ കാത്തുകാത്തിരുന്നു. കാർമുകവർണ്ണനായ ആ ആയർകുല നായകനെ, അമ്പാടിക്കണ്ണനെ തന്റെ ഭർത്താവായി ലഭിക്കുവാനുള്ള ഉത്കടമായ അഭിനിവേശവുമായി ക്ഷേത്രം ഇന്ന് നാം കാണുന്ന രൂപത്തിൽ നിലകൊള്ളുന്നത്. ഗണേശനാചാര്യയെ, ലോകശില്പികളിൽ പ്രമുഖനായ ഗണേശനാചാര്യാണ് 52 അടിയോളം അർച്ചനയിൽ അദ്ദേഹത്തോടൊപ്പം 60ഓളം മന്ത്ര പുരോഹിതന്മാർ ധാർമ്മികരായി പങ്കെടുത്തു. 28 ദിവസക്കാലം തുടർച്ചയായി അന്നദാനവും
അർച്ചന ഹവനാദികളും നടന്നു. രാവിലെയും ഉച്ചയ്ക്കും അപരാഹ്നത്തിലും രാത്രിയിലും 10,000-കണക്കിന് ഭക്തജനങ്ങൾക്ക് നിത്യേന അന്നദാനം നടത്തിയ ഊർജ സ്രോതസ്സോടെ ദേശവാസികളും ദേവി ഉപാസകരും ക്ഷേത്ര പരിപാലകരും ചേർന്ന് ആ കോടിയർക്കന മഹാമഹം വമ്പിച്ച ഒരു ചരിത്രമാക്കി മാറ്റി.